120 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 600 മീറ്റർ യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര? അപ്പം നമുക്കിവിടെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം. ദൂരം ഡിവൈഡഡ് ബൈ വേഗതയാണ് നമുക്കറിയാം. ദൂരം ഡിവൈഡഡ് ബൈ വേഗത. നമുക്കിവിടെ ദൂരം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയും തന്നിട്ടുണ്ട്? 600 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേഗത സ്പീഡ് ഈക്വൽ ടു 120 km/h എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? നോക്കിയാൽ ദൂരം മീറ്ററിലും വേഗത km/h തന്നിരിക്കുന്നത്. യൂണിറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് സെയിം ആക്കണം. എന്ത് ചെയ്താൽ മതി? ഈ km/hനെ മീറ്റർ/സെക്കൻഡ് ആക്കിയാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന km/hലുള്ള വേഗതയെ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 120 ഇൻറ്റു 5/18. എടാ 18 120 6ൻ്റെ ഗുണനങ്ങളല്ലേ എടാ? 10 60 26 120 3 18. ബാക്കി എത്രയുണ്ട്? 20 × 5 എത്രയാണ്? 100. 100/3. 100/3 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇപ്പോൾ യൂണിറ്റ് സെയിം ആയില്ലേ? ഇനി ദൂരം ബൈ വേഗത എന്ന ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. ദൂരം 600 ആണ്. 600 ഡിവൈഡഡ് ബൈ വേഗത നമ്മൾ കണ്ടുപിടിച്ചു. 100/3. ഓക്കെ അല്ലേ? ഇവിടെ ഛേദത്തിലൊരു ഭിന്നസംഖ്യ വന്നാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യും നമ്മൾ? ആ ഛേദത്തിലുള്ള ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് അംശത്തിനെ ഗുണിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ 600 × 3/100 എന്നാവും. 600 × 3/100. 2 0 ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എത്രയുണ്ട്? 6 × 3 = 18 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി.